തമിഴ്നാട്ടിലെ മഹാനടന്മാർ തൊട്ട് VM വിനു വരെയുള്ള സിനിമാ പ്രവർത്തകരെല്ലാം വോട്ട് ചെയ്തുകൊണ്ടാണല്ലോ വ്യാജ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ, വ്യാജ തിരിച്ചറിവ് കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പ്രസിഡന്റ് ഉണ്ടായത്. നാടറിയുന്നൊരു അംഗീകാരമുള്ള മനുഷ്യൻ വിഡ്ഢിവേഷം കിട്ടി നടക്കട്ടെ എന്നാണോ കോൺഗ്രസ്സുകാർ ധരിക്കുന്നത്? ഇത്രയേ ഉള്ളൂ കോൺഗ്രസ്. നിങ്ങൾ ഒരു പൊള്ളലും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ വന്ന് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് പൊള്ളലില്ല. ഞങ്ങളുടെ മുതലാളിക്ക് കർണാടകത്തിൽ കിട്ടിയതുപോലെ കേരളത്തിലെ ഏതെങ്കിലും മുതലാളിക്ക് എന്തെങ്കിലും കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ചർച്ച ചെയ്യാം. നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ വിനുവിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഷഫീർ പോലും ആ വാദം ഉന്നയിക്കുന്നില്ല, ഒഴിവാക്കിയതാണ് വെട്ടിയതാണെന്ന വാദം ഉന്നയിക്കുന്നില്ല. പരിശോധിച്ച് അവരൊരു നിഗമനത്തിലെത്തും എന്നാണ്. ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ മുൻപ് എപ്പോഴാണ് വെട്ടിയത്, അദ്ദേഹം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളുടെ പട്ടികയിൽ എപ്പോഴെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ, വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നല്ല അവർ പരിശോധിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ അല്ല ഒരു രാഷ്ട്രീയ കക്ഷി ഇത്തരം കാര്യങ്ങളെ സമീപിക്കേണ്ടതെന്നുള്ളത് വേറെ കാര്യം. അത് നമ്മുടെ പ്രശ്നമല്ല, അവരുടെ പാർട്ടിയുടെ പ്രശ്നമാണ്. ഈ ശ്രീ അനിൽകുമാർ, ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം, ഈ എത്ര ആളുകൾ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ എതിർ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ടാകും. ഒരു തദ്ദേശ സ്ഥാപനത്തിലല്ല, എത്രയോ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരാണ് ഇലക്ട്രൽ ഓഫീസർമാരായി ഉണ്ടാവുക. വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ടാകും. കാരണം കൃത്യമായി എണ്ണി പറയുകയാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഞങ്ങളുടെ ഓർഡർ പാലിക്കപ്പെട്ടിട്ടില്ല, ഹർജിക്കാരിയെ കേട്ടിട്ടില്ല, അവർ നൽകിയ രേഖകൾ പരിശോധിച്ചിട്ടില്ല. പരാതിക്കാരൻ വന്നു പറഞ്ഞു, അത് മുഖവിലക്കെടുത്ത് പേര് വെട്ടിയെന്നാണ്. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി വോട്ടർ പട്ടികയെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല. മാത്രമല്ല, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അഭിനന്ദിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിൽ അദ്ദേഹം നടത്തിയ പോരാട്ടമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി കേരളത്തിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് 2021 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതിൻ്റെ അടിസ്ഥാനത്തിൽ LDFനെതിരായിരിക്കുമെന്നാണ് അന്നത്തെ മിക്കവാറും മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്, വിലയിരുത്തലുകൾ നടത്തിയത്, ആഖ്യാനങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ രമേശ് ചെന്നിത്തല ഇരട്ട വോട്ടുകളൊക്കെ ഒഴിവാക്കി വോട്ടർ പട്ടിക നവീകരിച്ച ശേഷം മലബാറിൽ കോൺഗ്രസിന് സീറ്റൊന്നും കിട്ടുന്നില്ല. അവിടെയാണല്ലോ മൊത്തം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചാൽ അതിലെന്തെങ്കിലും കാര്യം നടന്നാൽ ഉടനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോക്കാൻ പോകുന്നു എന്നൊരു ധാരണ ഞങ്ങൾക്കില്ല. വോട്ടർ പട്ടിക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിൽ അർഹതപ്പെട്ടവരെല്ലാം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അർഹതയുള്ളവരെല്ലാം വന്ന് വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൻ്റെ ഭാഗമായി വിജയമുണ്ടായാലും പരാജയമുണ്ടായാലും നിർമ്മമതയോടെ അതിനെ കാണാനും അതിൻ്റെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും തിരിച്ചറിയാനും അനുഭവിക്കാനും സന്നദ്ധരായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ VM വിനു വോട്ട് ചെയ്തെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണോ? എന്തായാലും VM വിനു വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വാഭാവികമായി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലെ മഹാനടന്മാർ തൊട്ട് VM വിനു വരെയുള്ള സിനിമാ പ്രവർത്തകരെല്ലാം വോട്ട് ചെയ്തുകൊണ്ടാണല്ലോ വ്യാജ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ, വ്യാജ തിരിച്ചറിവ് കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പ്രസിഡന്റ് ഉണ്ടായത്. അദ്ദേഹം ഇപ്പോൾ രാജിവെച്ച് പോയി. പക്ഷേ ആ സ്ഥാനം മുനിസിപ്പൽ കോടതി അസാധുവാക്കി. ഇതുപോലത്തെ VM വിനുമാർ വ്യാജ തിരിച്ചറിയൽ കാർഡ് കൊണ്ട് വോട്ടുണ്ടാക്കിച്ചിട്ടാണ് അദ്ദേഹം അവിടെ സ്ഥാനത്ത് കയറി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് VM വിനു മറവി ഉണ്ടായതല്ല, അദ്ദേഹം ഓർക്കുന്നത് മറ്റേ വോട്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടായിട്ടില്ല. എന്താണ് ലോകസഭ, നിയമസഭയും തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള പ്രശ്നം? നിങ്ങൾക്ക് ലോകസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ ഇന്ത്യയിൽ എവിടെയും വോട്ടുണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾ മാറി താമസിക്കുമ്പോൾ ഏത് സ്ഥലത്ത് വോട്ട് ചേർക്കാം, 6 മാസത്തെ താമസം മതി. നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ സംസ്ഥാനത്ത് താമസിക്കണം. അപ്പോൾ സ്വാഭാവികമായി ഒരു സംസ്ഥാനത്ത് എവിടെ താമസിച്ചാലും ഏത് ബൂത്തിൽ ഉണ്ടെങ്കിലും ആ ഉള്ള ബൂത്തിൽ പുതുതായിട്ട് ചേർക്കാം. പഴയത് നമുക്കറിയാൻ കഴിയും, അത് മാറ്റിയിട്ട് പുതുതായിട്ട് ചേർക്കാൻ എപ്പോഴും അവസരം കിട്ടും. ഇവിടെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, റിസർവേഷൻ കഴിയുമ്പോഴാണ് ചില ആളുകൾക്ക് ചില സ്ഥലത്ത് കടന്നു വരണമെന്ന് ആഗ്രഹം വരിക. അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് മാറി ചേർക്കുന്ന തന്ത്രങ്ങളുണ്ട്. ഇപ്പം തന്നെ റിസർവേഷൻ സീറ്റുകൾ പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ഒരു തവണ കൂടെ വോട്ടർ പട്ടികയിൽ ചേരാൻ അവസരം കിട്ടി. എന്തിനാ അവസരം കൊടുത്തത്? ഒരു റിസർവേഷൻ സീറ്റിൽ വനിതയാണെങ്കിൽ, പുരുഷനാണെങ്കിൽ, അല്ലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ, അതിൽപ്പെട്ട ആരെങ്കിലും അവിടെ താമസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അവിടെ ചേരാനുള്ളൊരു അവസരം നിഷേധിക്കരുത്. അത് ഇവർക്കും കിട്ടിയിട്ടുണ്ടാവാം. അവരെ അവസരം ഉപയോഗപ്പെടുത്തിയില്ല. ഇവർ ചെയ്തത് അവരുടെ പേട്ട് ഒഴിവാക്കിയതിനെതിരായി അപ്പീൽ നടപടി പോയി. സ്വാഭാവികമാണല്ലോ. ഒരു താഴത്തെ കോടതി, ജില്ലാ കോടതിയോ ഹൈക്കോടതിയോ തൂക്കം വിധിക്കുന്ന ഒരാളെ സുപ്രീം കോടതി വെറുതെ വിടാറില്ലേ? ഇന്ദിരാഗാന്ധിയുടെ വധക്കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ട 3 പ്രതികളിൽ ഒരാളെ സുപ്രീം കോടതി വെറുതെ വിട്ടില്ലേ? ഹൈക്കോടതി വധശിക്ഷ വിധിച്ചിട്ട്, താഴത്തെ കോടതി വധശിക്ഷ വിധിച്ചിട്ട്. അപ്പോൾ ഒരു വിധിയാണ് ഉണ്ടായത്. മുട്ടട വാർഡുമായി ബന്ധപ്പെട്ടൊരു വിധിയാണ് ഉണ്ടായത്.
ആ വിധിയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ജുഡീഷ്യൽ ഉത്തരവ് എന്ന് പറയുന്നത് സ്വാഭാവികമായും നമുക്കെല്ലാം ബാധ്യതയാണ്. അതിൽ CPM എന്താ ബന്ധം? ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെല്ലാം CPM ചെയ്യുന്നതാണോ? ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളുടെ പരിധിയിലാണവർ. ആ നിർദ്ദേശങ്ങളെ കണക്കിലെടുത്തില്ലെങ്കിൽ അവർ ഇലക്ഷൻ കമ്മീഷനോട് ഉത്തരം പറയും. അപ്പീൽ അധികാരമുണ്ട്, അധികാരം ഉപയോഗിക്കപ്പെട്ടു, നീതി നടപ്പായി. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആന്തൂരൊരു നഗരസഭയുണ്ട്, അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരുന്നു, അദ്ദേഹത്തിന് വോട്ടുണ്ടായില്ല. ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞത്? കോൺഗ്രസിൻ്റെ കുറ്റാന്ന് പറഞ്ഞോ? അതാണ് ഞങ്ങളുടെ മാന്യത. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് പെശകുണ്ടായാൽ ഉടനെ CPMൻ്റെ തലയിൽ കൊണ്ട് കിട്ടും. ഞങ്ങളങ്ങനെ കിട്ടാൻ തയ്യാറല്ല. ഞങ്ങളങ്ങനെ കോൺഗ്രസിനെയോ മറ്റേതെങ്കിലും ആളുകളെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. വോട്ടർപട്ടിക നോക്കേണ്ടത് അവനവന്മാർ തന്നെയാണ്. അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധ്യതയുണ്ട്, ഓരോ വ്യക്തിക്കും ബാധ്യതയുണ്ട്. അത് സമയത്ത് നടപ്പാക്കാതെ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം മറ്റാർക്കുമാണെന്ന് കെട്ടിവെച്ച് മുന്നോട്ട് വരുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇവിടെ ശ്രീ VM ബിനു അദ്ദേഹം മേയർ സ്ഥാനാർത്ഥിയായിട്ട് DCC പ്രസിഡന്റ് തീരുമാനിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ഞെടുക്കമാണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഞെട്ടിപ്പോയി. എന്താണ് ഞെട്ടാൻ കാരണം? ഞെട്ടിയത് എപ്പോഴും പ്രഖ്യാപിച്ചപ്പോഴല്ല ഞെട്ടിയത്, വോട്ടില്ല എന്ന് അറിഞ്ഞപ്പോഴാണ്. കോഴിക്കോടൊന്നും കോൺഗ്രസ്സുകാർ നോമിനേഷൻ പോലും കൊടുക്കേണ്ട കാര്യമുള്ളതല്ല. അവിടെ എത്രയോ കാലമായി LDF ഭരിക്കുന്നു. ആ ജില്ലയിൽ ഒരൊറ്റ MLA കോൺഗ്രസ്സിലില്ല. എന്തിനാണ് കോൺഗ്രസ്സുകാർ അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോണത്? അവിടെയാണോ ഇനി കോൺഗ്രസ്സുകാരുടെ ഏതെങ്കിലും ഒരാളെ വെട്ടിയിട്ട് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയാകേണ്ടത് അല്ലെ വിജയിക്കേണ്ടത്? ഈ കോഴിക്കോട് പോലൊരു സ്ഥലത്ത് പറയുന്നതിനൊരു ശകലം ബേസ് വേട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനായ ശ്രീ VM ബിനുവിനെ വിഡ്ഢിവേഷം കിട്ടിച്ചു കോൺഗ്രസ്സുകാർ. ആ സീറ്റിൽ മത്സരിക്കാൻ താല്പര്യമുള്ള ആരോ അവിടെ ഉണ്ടായിരുന്നു, അയാൾ തെറ്റിദ്ധരിപ്പിച്ചു. VM ബിനു സ്ഥാനാർത്ഥിയാവില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ അവിടുത്തെ കമ്മിറ്റിക്കാർക്കറിയാം, അബദ്ധമൊന്നും പറ്റിയതല്ല. അങ്ങനെ അദ്ദേഹം സ്ഥാനാർത്ഥിയാവില്ല എന്നറിയാമെങ്കിലും അദ്ദേഹത്തെ വിട്ടുവേഷം കിട്ടിച്ച് ലോകം മുഴുവൻ കൊണ്ടുനടന്നു, ചാനലുകൾ വന്നു. ഇതെല്ലാം നടന്ന് കോലാഹലം കഴിഞ്ഞ് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരാൾ അവിടെ ഉണ്ടാവും. ആളാരാന്നുള്ളത് നാളെയും മറ്റന്നാളും അറിയാം. കാരണം അദ്ദേഹം ആയിരിക്കില്ല വാർഡിലെ സ്ഥാനാർത്ഥി. കല്ലായിലെ മറ്റാന്ന് തോന്നുന്നു. അപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി ആരാന്ന് നാളെ മറ്റന്നാളും അറിയാമല്ലോ. അദ്ദേഹത്തിന് അറിയില്ലേ? അവിടെ മത്സരിക്കാൻ പോകുന്ന മറ്റേ ആൾക്കറിയത്തില്ല അദ്ദേഹത്തിൻ്റെ വോട്ട് അവിടെ ഇല്ലെന്ന്. അപ്പോൾ കുറേ നാൾ ഇതുപോലൊരു സിനിമാ പ്രവർത്തകൻ, നാടറിയുന്നൊരു അംഗീകാരമുള്ള മനുഷ്യൻ വിഡ്ഢിവേഷം കിട്ടി നടക്കട്ടെ എന്നാണോ കോൺഗ്രസ്സുകാർ ധരിക്കുന്നത്? ഇത്രയേ ഉള്ളൂ കോൺഗ്രസ്. തങ്ങൾക്ക് ഏറ്റവും സമ്പത്താന്ന് കരുതുന്ന പൊതുരംഗത്ത് സ്വീകാര്യരായിട്ടുള്ള ഇത്തരം വ്യക്തിത്വങ്ങളെ അപമാനകരമായ പതനത്തിലേക്ക് തള്ളിവിടുന്ന ഏറ്റവും തെറ്റായ സ്വാർത്ഥ ലാഭത്തിൻ്റെ കുടിലമോഹങ്ങളുടെ ഒരു ഹസ്തനപുരിയായി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മാറി എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് VM ബിനുവിൻ്റെ നമ്മൾ കേട്ടതെന്താണ്? വോട്ട് വെട്ടി, ആദ്യം വെട്ടി, ഇപ്പം എന്തായാലും വെട്ടിയിട്ടില്ല. അത്തരം കാര്യത്തിൽ വ്യക്തതയുണ്ട്. ആന്തൂർ വോട്ട് വെട്ടിയെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നു, ഗോവിന്ദൻ മാഷ് തുറന്ന് സമ്മതിച്ചു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളുടെ പ്രവർത്തകർക്ക് തെറ്റുപറ്റി, ഇനിയും തെറ്റുപറ്റിയോ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, ഷഫീറിൻ്റെയും രാകേഷിൻ്റെയും ആരോപണങ്ങൾക്ക് മറുപടി പറയാം. ഒപ്പം ഞാൻ നേരത്തെ ഇനി ആ പരാതി ഒരിക്കൽ കൂടി വായിക്കേണ്ടതില്ലല്ലോ അല്ലേ? നവംബർ 8-ന് CPMൻ്റെ ഭീഷണി കാരണം ബൂത്ത് പോകുന്ന BLOയ്ക്കൊപ്പം പോകാൻ അനുവദിക്കുന്നില്ല എന്ന് ഒരു BLA കണ്ണൂർ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയാണ്. അതാണ് പിന്നീട് അനീഷ് എന്ന BLOയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. എന്തായാലും തെളിവായി ഇതൊക്കെയാണ് നമുക്ക് മുമ്പിലുള്ളത്, ഫോൺ സംഭാഷണം, ഈ പരാതി. അല്ലാതെ കൃത്യമായി അന്വേഷിച്ചാലേ കണ്ടെത്തൂ. ഞാനത് ചോദിക്കുന്നത് ഈ കണ്ണൂരിലെ ഒരു സംഭവം എന്ന നിലയിലല്ല അനിൽകുമാറിനോട് ചോദിക്കുന്നത്. ഇങ്ങനെ സാധ്യമാണെങ്കിൽ ഇന്ത്യയിൽ അതാത് പാർട്ടികൾക്ക്, ഇപ്പോൾ CPMനൊക്കെ സ്വാധീനമുള്ള ഇടങ്ങൾ കുറവാണ്. നിങ്ങൾക്ക് അടിസ്ഥാന രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള സ്വാതന്ത്ര്യം പോലും മുൻപ് വലിയ സ്വാധീനമുണ്ടായിരുന്ന ബംഗാൾ അടക്കം ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നില്ല എന്ന് നിങ്ങളുടെ പാർട്ടി തന്നെ പരാതിപ്പെടുന്നുണ്ട്. അപ്പോൾ SIRൻ്റെ ഭാഗമായി അവിടെയൊക്കെ എന്തായിരിക്കും സംഭവിക്കുക എന്നതുകൂടി മനസ്സിൽ വെച്ച് വേണം മറുപടി. അല്ല, ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഈ വോട്ടർ പട്ടികയുടെ ക്രമക്കേട് കൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെടുന്ന യാതൊരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്മൂലനം ചെയ്യുക, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇല്ലാതെയാക്കുക, അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് ശക്തികൾക്ക് തീറിയിടാനുള്ള സൗകര്യമുണ്ടാക്കുക, തൊഴിലാളി വർഗത്തെയും കർഷക വർഗത്തെയും ദുർബലപ്പെടുത്തുക, ഇതാണ് ഇന്ത്യ ബംഗാളിലെയും ത്രിപുരയിലെയും മാത്രം കാര്യമല്ല അനിൽകുമാർ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നിങ്ങൾ SIRനെ എതിർക്കുന്നുണ്ടല്ലോ, അതിന് പല കാരണങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ കാരണങ്ങളിൽ ഒന്ന് ഇതാണ്, അർഹരായ ആളുകൾ ഒഴിവാക്കപ്പെടും, രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കപ്പെടും. ബംഗാളിലേക്ക് കോർപ്പറേറ്റ് രാഷ്ട്രീയം, കോർപ്പറേറ്റ് വൽക്കരണം വന്നത് ഏത് കാലത്താണെന്നും ആരായിരുന്നു എന്ന് അവിടുത്തെ മുഖ്യമന്ത്രി എന്നും ഒക്കെ നമുക്കറിയാം. അത് പോട്ടെ, എൻ്റെ വിഷയം വോട്ടർ പട്ടികയും SIRും ഒക്കെയാണ്. അല്ല, ബംഗാളിലേക്ക് ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയവും ഞങ്ങളാരും ഒളിച്ചു കടത്തിയിട്ടില്ല. എന്താണ് കോർപ്പറേറ്റ് രാഷ്ട്രീയം?
ഞങ്ങൾക്ക് നല്ല അല്ല, അതിലൊരു ക്ലാസ്സിലും ചർച്ചയ്ക്ക് ഞാനില്ല എന്ന് നമുക്ക് ആ വിഷയം മറ്റൊരിക്കൽ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഈ SIR-മായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ, ഞാനല്ല, താങ്കളാണ് പറഞ്ഞത്, ഞാനതിന് മറുപടി പറയുകയും ഇന്നത്തെ നമ്മുടെ വിഷയം അതല്ല എന്ന് പറയുകയും ചെയ്തതാണ്. ഈ SIR അല്ലെങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അതാത് മേഖലകളിൽ സ്വാധീനമുള്ള, അതാത് സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ നോക്കുമ്പോൾ BJP-ക്ക് അവരുടെ ഇഷ്ടക്കാരെ നിലനിർത്താനും അല്ലാത്തവരെ ഒഴിവാക്കാനുമുള്ള അവസരം ഉണ്ടാകുന്നില്ലേ? അതിന് സമാനമല്ലേ കണ്ണൂരിൽ നിന്നുള്ള ഈ പരാതിയും നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അല്ല, അതിൻ്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. ആദ്യം ബംഗാളിനെ കുറിച്ചും ത്രിപുരയെ കുറിച്ച് പറയുമ്പോൾ അബ്ജോദിന് ഇത്രയും പൊള്ളാൻ പാടില്ല. എനിക്കല്ല, കാരണം അവിടെ ഞങ്ങളുടെ ആയിരക്കണക്കിന് സഖാക്കളെ കൊന്നു തള്ളി, സ്ത്രീകളെ അല്ല, എനിക്ക് പൊള്ളില്ല. എനിക്ക് പൊള്ളുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. പോട്ടെ, നിങ്ങൾ ഒരു പൊള്ളലും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ വന്ന് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് പൊള്ളലില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ചാനൽ വരാൻ ഒരു പൊള്ളലുമില്ല. കാരണം എന്താണ്? ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ സ്ഥാപനം ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ കൂടി ഉൽപ്പന്നമാണ് എന്ന് നല്ല ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമല്ലാത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ ഇത് പറയുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് കേട്ടു. അല്ല, ഇപ്പം തന്നെ നമ്മുടെ കർണാടകത്തിലെ ഭൂമി കച്ചവടമല്ലേ ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ വലിയ തെളിവ്. അത് നമുക്ക് ചർച്ച ചെയ്യാം, ഒരു ദിവസം എടുത്ത് ചർച്ച ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനിയിപ്പോൾ അനിൽകുമാർ അതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ കേരളത്തിലെ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ, എനിക്കൊരു പൊള്ളലുമില്ല അനിൽകുമാർ, ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കേരളത്തിലെ അസംഖ്യം ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ മുതൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുന്നത് ആരാണ് എന്നത് മുതൽ കേരളത്തിലെ വ്യാവസായിക മേഖലയിലെ മാറുന്ന ചിത്രത്തിന്റെ ഫോക്കസ് എന്താണെന്നതൊക്കെ നമ്മുടെ വേറെ വിഷയമാണ്. അതൊക്കെ ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറുമാണ്. നമുക്ക് വിശാലമായി ചർച്ച ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് വോട്ടർ പട്ടികയിൽ നിന്നാലും അല്ല, നിങ്ങൾ ഒരു വഴിക്ക് പോയിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കെന്തോ ഭയമുണ്ട് ചർച്ച ചെയ്യാൻ. ഞാൻ കൃത്യമായിട്ട് പറയാം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ലോകത്ത് എതിർക്കുന്നത് അന്താരാഷ്ട്ര ധനമൂലധനത്തെയാണ്. ദേശീയ മൂലധനത്തെ, പ്രാദേശിക മൂലധനത്തെ പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് കേരളം നിക്ഷേപ സൗഹൃദമാകുന്നത് ചർച്ച ചെയ്യുക തന്നെ വേണം. ആ ചർച്ച ഞങ്ങളുടെ തല കുനിക്കുകയല്ല ചെയ്യുന്നത്. അതിന് നിങ്ങളുടെ മുതലാളിക്ക് കർണാടകത്തിൽ കിട്ടിയതുപോലെ കേരളത്തിലെ ഏതെങ്കിലും മുതലാളിക്ക് എന്തെങ്കിലും കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ചർച്ച ചെയ്യാം. നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. ഞങ്ങളിപ്പോൾ മറുപടി പറയാം. ബഹുമാനപ്പെട്ട അനിൽകുമാറിന്റെ വോട്ടർ പട്ടികയെ കുറിച്ചൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ അടുത്ത ആളിലേക്ക് പോകാം. അനിൽകുമാർ ഈ പറയുന്ന വിഷയം ഒന്ന് ചർച്ച ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അത് കേരളത്തിൽ ആരൊക്കെയാണ് ജോലി ചെയ്യാതെ പണം വാങ്ങിയതെന്ന് അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വീണ്ടും ചർച്ച ചെയ്യാൻ കഴിയുന്നതാണ്. അനിൽകുമാർ പറയുന്ന വാദങ്ങളിലെ ശരി അംഗീകരിക്കാനും എനിക്ക് ശരിയെന്ന് തോന്നുന്നത് പറയാനും ഒക്കെയുള്ള സമയമുണ്ട്. പക്ഷേ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടൊരു ചർച്ച കാണാൻ വന്നിരിക്കുന്ന പ്രേക്ഷകരെ നമ്മൾ എന്തിനാണ് വേറെ വഴിക്ക് വഴിതെളിച്ച് കൊണ്ടുപോകുന്നത്? അവതാരകൻ ബംഗാളിനെ കുറിച്ച് പറഞ്ഞാൽ അവതാരകൻ ബംഗാളിനെ കുറിച്ച് പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണെന്ന് അനിൽകുമാറിന് കൃത്യമായി അറിയാം. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിക്ക് പ്രവർത്തന പറയുന്നതാണ്. നിങ്ങളുടെ പാർട്ടിക്ക് പ്രവർത്തന തോണ്ടാൻ പറഞ്ഞതല്ല. എന്നാ പിന്നെ അത് തന്നെ ബംഗാളും ത്രിപുരയും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇടതുമുന്നണിക്ക് CPM പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടിയാണ്. അത് വന്നല്ലോ നിങ്ങൾക്ക്. ഞങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം വോട്ടർ പട്ടികയിലല്ല. അതാദ്യം മനസ്സിലാക്കണം. ഞങ്ങളുടെ അവിടുത്തെ വനിതാ നേതാക്കളെ ബലാത്കാരം ചെയ്യുന്നത്, 1000-ഓളം സഖാക്കളെ കൊന്നു തള്ളുന്നത്, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിനെല്ലാം കൈയടിച്ച് കൊടുത്തിരിക്കുകയല്ലേ? നിങ്ങളിപ്പോൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയല്ലോ ചർച്ച ചെയ്യാമെന്ന്. രാജീവ് ചന്ദ്രശേഖർക്ക് കർണാടകത്തിലെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയതുപോലെ കേരളത്തിലെ ഏതെങ്കിലും മുതലാളിക്ക് എവിടെങ്കിലും അനിൽകുമാറിന് വോട്ടർ പട്ടികയെ കുറിച്ച് ഒരു പരാതിയുമില്ല. കേരളത്തിലെ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും ക്രമക്കേട് നടക്കുന്നുണ്ടോ എന്ന് പ്രശ്നമില്ല. SIR-നെ കുറിച്ച് പരാതിയില്ല. നിങ്ങളിന്ന് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ അടക്കം ഹർജി കൊടുത്തത് വെറുതെയാണ്. അനിൽകുമാറിന്റെ പ്രശ്നം മറ്റെന്തൊക്കെയാണ്? അപ്പം നമുക്ക് അതെ, എൻ്റെ പ്രശ്നം കൃത്യമാണ്. നിങ്ങളുടെയൊക്കെ ഈ കപട രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കലാണ് എൻ്റെ പ്രശ്നം. അത് നിങ്ങൾ കൂട്ടിക്കെട്ടി നേരിടും. പൊളിച്ചെടുക്കുന്ന ആത്മവിശ്വാസത്തോടെ അനിൽകുമാറിന് തുടരാം. പ്രേക്ഷകർ വിലയിരുത്തിക്കോളും. അതെ, നിങ്ങൾക്കും അതെ. സുപ്രീം കോടതിയിൽ പോയിട്ട് ചെവിയുടെ കുറ്റിക്ക് അടികിട്ടിയ ഒരു കേസിനെ കുറിച്ച് മുമ്പ് പറയണം കേട്ടല്ലോ. ഇനി അവിടെ നിന്നാൽ 10 ലക്ഷം രൂപ പിഴ കൊടുക്കണമെന്ന് മാത്യു കുഴൽനാടൻ്റെ ഒരു കേസുണ്ടല്ലോ. അതിനെക്കുറിച്ചല്ലേ അബ്ജോദ് പറയുന്നത് കേട്ടത്. മുഖ്യമന്ത്രിയുടെ മകൾ എനിക്കെതിരെ കേസ് കൊടുക്കുന്നത് വരെ പറയും. നിങ്ങൾ ഇനിയും പറയണം. ഞാൻ നിങ്ങളെപ്പോലുള്ള ആളുകൾക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ സമൂഹത്തിനകത്ത് മാന്യമായി ജീവിക്കുന്നവർക്ക് മാന്യതയോടെ പോകണമെങ്കിൽ അമാന്യമായി ഇടപെടുന്നവരോട് പ്രതികരിക്കാനാവില്ല.
അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ഒരു കേസും കൊടുക്കാൻ പോകുന്നില്ല. അബ്ജോദ് പേടി, അതെനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ ഞാൻ പറഞ്ഞത്. അമാന്യമായി ജീവിക്കുന്നവരോടുള്ള കണ്ണൂരിൽ നിങ്ങളുടെ ആളുകൾ SIR വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട BLOമാർക്ക് ഒപ്പം ചേർന്ന് കോൺഗ്രസിന്റെ മറ്റു പാർട്ടികളുടെ BLAമാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? അപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ചു വന്നല്ലോ, കാര്യത്തിലേക്ക് തിരിച്ചു വന്നു. ഇതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് ഭയമില്ല എന്ന് മാത്രമല്ല, ഭയരാഹിത്യത്തോടെ വിനയത്തോടെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുമെന്ന് മാത്രം ഞാൻ പറയുന്നു. അടുത്തത് ഇവിടെ കുറേ കാര്യം കേട്ടു. NGO യൂണിയൻകാരില്ലാത്ത കേരളം, BRM ഷഫീറിൻ്റെ സ്വപ്നം നടക്കും. BRM ഷഫീറെ, കേരളത്തിൽ എത്ര ബൂത്തുണ്ട്? അവിടുത്തെ BLOമാരെ വെക്കുമ്പോൾ NGO യൂണിയനിൽ പെടാത്തവരെ ചേർത്താൽ എത്ര കോൺഗ്രസ്സുകാരെ കിട്ടും? കോൺഗ്രസിൻ്റെ എണ്ണം എത്രയാണ് സർക്കാർ ജീവനക്കാരിൽ? ഒരു രക്ഷയില്ല. ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. അതുകൊണ്ട് NGO യൂണിയൻകാരില്ലാതെ ഈ പരിപാടി നടക്കത്തില്ല. അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ സെക്രട്ടറി NGO യൂണിയൻകാരനല്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവരമെങ്കിലും വേണം. പിന്നെ ഞങ്ങളുടെ ഉമ്മൻചാണ്ടി കൊള്ളായിരുന്നുകൊണ്ട് 25 കൊല്ലമായിട്ട് ഇദ്ദേഹത്തെ അവിടെ തന്നെ ഇരുത്തിയിരിക്കുകയാണ്. അതൊന്നും എനിക്ക് ന്യായം മനസ്സിലായിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും അദ്ദേഹം അവിടെ ഇരുന്നത് പിന്നെ അതിന് കൊള്ളാവുന്ന ആളെന്നല്ലേ അർത്ഥം? അദ്ദേഹത്തിൻ്റെ ഉത്തരവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്ര സംവിധാനമാണ്. നിയമസഭയിൽ അവർക്ക് പ്രത്യേക ഓഫീസുണ്ട്, ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൻ്റെ ഭാഗമായി നിയമപ്രകാരം കേരളത്തിലെ കലക്ടർമാരുൾപ്പെടെ എല്ലാ ഓഫീസർമാരും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ ഒരു പരാതിയെക്കുറിച്ച് പറഞ്ഞു, ഏതോ ഒരു തീയതിയിലെ പരാതിയെക്കുറിച്ച്. അങ്ങനെയാണെങ്കിൽ പത്രത്തിൽ വരണ്ടേ? പരാതി കൊടുക്കുമ്പോൾ പത്രത്തിൽ വരണ്ടേ? ഞാൻ കണ്ടില്ല. ഇപ്പം മരണശേഷം പരാതി ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മരണശേഷം പരാതികൾ ഉണ്ടാക്കുന്നൊരു കാലമാണല്ലോ നമ്മുടെ നാട്. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. SIRൻ്റെ കാര്യത്തിൽ കോൺഗ്രസും CPM ഇതിൽ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ഇന്ത്യ രാജ്യത്ത് BJP ചെയ്യുന്ന ദ്രോഹമാണത്. അതിൽ എന്തിനാണ് CPMഉം കോൺഗ്രസും തമ്മിൽ മത്സരം ഉണ്ടാക്കുന്നത്? മത്സരത്തിൻ്റെ പ്രശ്നമില്ല. SIR എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ അനുചിതമാണ്. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ ജോലി സമ്മർദ്ദമാണ് BLOമാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്, സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുന്നത്. അത് എല്ലാ ഭരണ സംവിധാനത്തെയും താളം തെറ്റിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ പരാതി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കേരളം വിട്ടുകഴിഞ്ഞാൽ ഇതെല്ലാം ഗംഭീരം, കേരളത്തിൽ മാത്രം കുഴപ്പം. ഇതാണല്ലോ ബഹുമാനപ്പെട്ട BJP നേതാവിൻ്റെ വർത്തമാനം. അദ്ദേഹം തിരുവനന്തപുരത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ വാർഡിൽ എന്തോ കാര്യങ്ങൾ. നമ്മുടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ബന്ധു വേണം. ഒരാൾ 6 മാസത്തിലേറെ ഉറങ്ങുന്ന ഇടത്താണ് വോട്ട്. ഇപ്പോൾ ഇവിടെ തന്നെ മുട്ടട വാർഡിൽ ഒരു വനിതയുടെ കാര്യം പറഞ്ഞു. ആ വനിതയ്ക്ക് എന്തുകൊണ്ട് തെറ്റുപറ്റി? അവരുടെ കെട്ടിട നമ്പറിൽ തെറ്റുപറ്റിയോ? ആ കെട്ടിടത്തിൽ അവർ താമസമില്ലാന്ന് ഒരാൾക്ക് പരാതി കൊടുക്കാൻ അവകാശമില്ലേ? അതിന് വിവാദമായപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ഒരു സംവിധാനമുണ്ട്. അതോടുകൂടി തീർന്നില്ലേ? അതിന് CPMന് എന്താ ബന്ധം? നിങ്ങൾക്ക് ഈ നാട്ടിൽ ഏത് കാര്യം നടന്നാലും CPMനെ ആക്രമിക്കണം. കോൺഗ്രസിനും BJPക്ക് ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് ഞങ്ങളെ ആക്രമിക്കാൻ രണ്ട് കൂട്ടരും ഒരേ വഴി തേടുന്നു. BJPക്കെതിരായിട്ട് ഒരു വാക്കിന്ന് കോൺഗ്രസ് ഇവിടെ പറയില്ല. എന്താ പറയാത്തതിന് കാരണം? ഈ തിരുവനന്തപുരം നഗരസഭയിലെ BJPക്കെതിരെ കോൺഗ്രസിന് ഒട്ടും പരാതിയില്ല. പരാതി മുഴുവൻ LDFനെതിരായിട്ടാണ്. എന്തായാലും ഒരു കാര്യം സമ്മതമാണ്, രണ്ട് കൂട്ടരും തെരഞ്ഞെടുപ്പിന് മുന്നിൽ തന്നെ പരാജയം സംഭവിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലൊട്ടുക്കും. ഞങ്ങൾ പറയേണ്ടത്, ഇപ്പം നാളെ 20-ാം തീയതി 3600 രൂപ വെച്ചാൽ ഓരോ വീട്ടിലേക്ക് ചെല്ലാൻ പോകണം. 62 ലക്ഷം വീട്ടിൽ. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലും സംസാരിക്കുന്നുണ്ട്. അനിൽകുമാർ, അത് ജനങ്ങൾ കേൾക്കട്ടെ, വിലയിരുത്തട്ടെ. അത് സംബന്ധിച്ച് അഭിപ്രായം ഒന്നും പറയാൻ ഞാൻ ഇന്നത്തെ ചർച്ചയിൽ മുതിരുന്നില്ല.